മഹാന്മാരിലൂടെ അല്ലാഹു ലോകത്ത് അവന്റെ ദീൻ പ്രചരിപ്പിക്കുകയാണ്. അല്ലാഹു നേരിട്ട് ഇറങ്ങി വന്ന ഓരോ വീടുകളിലും നോട്ടീസ് നടത്തുന്ന ഇലക്ഷൻ പ്രചരണം പോലെ ഒരു പരിപാടി ലോകത്തെവിടെയും ദീനി ദഅവത്തിന് ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഓരോരുത്തരുടെ തലയിലും വെളിപാട് അവതരിപ്പിച്ച് എല്ലാവരെയും പ്രവാചകന്മാരാക്കി ഒരിക്കലും ലോകത്ത് അല്ലാഹു ദഅവത്ത് നിർവഹിക്കുന്നില്ല. നല്ല വ്യക്തികളിലൂടെ, നല്ല ജീവിതാനുഭവങ്ങളിലൂടെ, സാധാരണക്കാരന്റെ ചോദ്യങ്ങൾക്കും പൊള്ളുന്ന ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുക വഴി അങ്ങനെയാണ് അല്ലാഹു പരിശുദ്ധ ദീനിലേക്ക് ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നത്. മഹാന്മാരായ നബിമാർ കുറെ തിയറികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തിയറികൾക്കൊപ്പം പ്രാക്ടിക്കലും അവർക്ക് ഒപ്പമുണ്ടായിരുന്നു. തിയറി കൊണ്ട് ലോകത്തെ അതിജയിച്ച വലിയ ഗുരുവാണ് സയ്യിദുൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, പ്രാക്ടിക്കലായി ധാരാളം വിഷയങ്ങൾ സ്വഹാബത്ത് അനുഭവിക്കുകയാണ്. ഒരു തുണ്ട് മേഘം ആകാശത്ത് ഇല്ല, ഒരു തുള്ളി വെള്ളം നാട്ടിലെവിടെയും ഇല്ല. സ്വന്തം വിരലുകൾക്കിടയിലൂടെ വെള്ളം നിർഗളിപ്പിച്ചു 1000-ഓളം പേരെ വിശപ്പകറ്റിയ, ദാഹമകറ്റിയ, അവർക്കാവശ്യത്തിന് മുഴുവനും വെള്ളം നൽകിയ ആളാണ് അൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശം തിമർത്തു പെയ്യുകയാണ്, നാടൊന്നാകെ കരകവിഞ്ഞു ഒഴുകുകയാണ്. ജനജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ അല്ലാഹുമ്മ എന്ന് നീട്ടി വിളിക്കുകയും ആകാശമണ്ഡലങ്ങളിലേക്ക് ചൂണ്ടി അങ്ങനെ കൈകൾ കൊണ്ട് ചില പ്രയോഗം നടത്തുകയും ചെയ്തു മഴയെ പിടിച്ചു നിർത്തിയ ആളാണ് അൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിയറി മാത്രമല്ല, പ്രാക്ടിക്കൽ അവിടുത്തെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിയറി കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, പ്രാക്ടിക്കലാണ് ധാരാളം. അത് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈസാ നബി ജനങ്ങളോട് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്നതെല്ലാമാണ്. കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരും. ഹബീബ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവകാശവാദങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാം. ഉഹ്യിൽ മൗതാ, ഞാൻ മരിച്ചവരെ ജീവിപ്പിച്ചു തരും. അഖ്ലുഖു ലക്കും മിനത്വീൻ, കളിമണ്ണ്, ക്ലേ മോഡലിംഗ്, പക്ഷികളെയും മറ്റും ഉണ്ടാക്കി കാഴ്ചക്ക് ഷോക്കേസിൽ വെക്കാനല്ല, ഞാൻ റൂഹ് ഊതും, അപ്പത് പറന്നു ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ ഇന്ന് രാവിലെ കഴിച്ചതെന്താണ്? ഇന്ന് രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ വെന്തു പാകപ്പെട്ട് അവിടെ തീൻമേശയിൽ കാത്തു നിൽക്കുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. ഈ രൂപത്തിലാണ് ഈസൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് സംസാരിച്ചത് എന്ന് ഖുർആനിൽ കാണാം. ഈസാ നബി തിയറി വല്ലാതെ പറയുമ്പോൾ ചില പ്രയാസങ്ങളുണ്ട്. ആ തിയറിയേക്കാളേറെ പ്രാക്ടിക്കലുമായി സമൂഹത്തിൽ വന്നു സംസാരിച്ചു. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വേണ്ട പോലെ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ഒരടിപിടിയും ഉണ്ടാകുമായിരുന്നില്ല. ചിലര് ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി ജാരസന്തതിയാണ്, വേശ്യയുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. ചിലര് കാര്യങ്ങൾ വേണ്ട പോലെ പരിശോധിക്കാതെ അത് ദൈവത്തിന്റെ കുട്ടിയാണ്, ദൈവം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു വളർന്നു.
സത്യം എന്താണ്? ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതാനിയൽ കിതാബ, എനിക്ക് വേദവും ജീവിത പദ്ധതിയും നൽകിയ അല്ലാഹു. കുട്ടിയായിരിക്കുമ്പോഴേ അവിടുന്ന് പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്. ആ കുട്ടി പറയുന്നത് ലോകം കാതോർത്തിരുന്നെങ്കിൽ ഇന്ന് ഫലസ്തീനും ഇസ്രയേലും തമ്മിൽ അടിയുണ്ടാകുമായിരുന്നില്ല. ലോകത്ത് വലിയ മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുമായിരുന്നില്ല. ആ കുട്ടി പറഞ്ഞത് വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ ഈ സമൂഹത്തിന് നേരം കിട്ടിയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം പറഞ്ഞു കഴിഞ്ഞു പലരും. അതാണ് പ്രശ്നമുണ്ടാക്കിയത്. മഹാന്മാർ അവർ ധവളപത്രം പുറത്തിറക്കുന്നു. ഞങ്ങൾ ആരാണ്, എന്താണ് എന്നവർ പറഞ്ഞു തരാറുണ്ട്. ഞങ്ങൾ ആരല്ല, എന്തല്ല എന്നും അവർ പറഞ്ഞു തരാറുണ്ട്. അത് റാഹത്തോടെ കേൾക്കുകയും വ്യക്തതയോടെ വിലയിരുത്തുകയും പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ലോകത്ത് എല്ലാ അഭിപ്രായ പ്രശ്നങ്ങളും അവസാനിക്കും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞത് എനിക്ക് ശേഷം ഒരു നബി വരാനില്ല എന്നാണ്. അതിനർത്ഥം അള്ളാഹു വഴി കൊടുത്താൻ തീർന്നുപോയി, ഇനി അങ്ങനെ കറന്നാ കിട്ടൂല എന്ന സ്വഭാവത്തിലല്ല. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും ഉത്തരവാദിത്വവും ചുമതലകളും അവിടുത്തെ പ്രജകളുടെ വലുപ്പവും അത്രയും കൂടുതലാണ് എന്ന അർത്ഥത്തിലാണ് ഇനി ഒരു നബി ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞത്. പക്ഷേ നബിമാർ ചെയ്ത പണികൾ ഇവിടെ നടക്കണം. അതിന് എന്റെ പിന്മുറക്കാർ ഇവിടെയുണ്ട്. രക്തത്തിൽ അവിടുത്തെ മക്കളായി പിറന്ന സയ്യിദുമാർ ഇൽമിന്റെയും റിസാലത്തിന്റെയും വഴിയിൽ അവിടുത്തെ അനന്തരാവകാശികളായി ദൗത്യം ലഭിച്ച പണ്ഡിതന്മാർ, അവര് കാലാകാലം ഈ സമൂഹത്തിൽ ഉണ്ടാകും. ലൻ യജ്തമിഅ ഉമ്മത്തി അലാ ളലാല, എന്റെ ഉമ്മത്തെല്ലാം കൂടി പിഴച്ചു പോവുക എന്ന സംഭവം ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈസാ നബി അലൈഹിസ്സലാം എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടുത്തെ അല്ലാഹു പൊക്കിയെടുത്തു. വൈകാതെ ആ സമൂഹം ഒന്നിച്ച് അധപതനത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത ആവുന്നത്ര അവിടുത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും മലയോളം സഹിച്ച് അവിടുന്ന് പിടിച്ചു നിന്നതാണ്. വൈകാതെ ആ ജനത മുഴുവനും കുത്തിയൊഴുകി അവിശ്വാസത്തിന്റെ വഴിയിലേക്ക് പോകുന്നതാണ് ലോകം കാണുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു ട്രാജഡി എന്റെ ഉമ്മത്തിലുണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിപുരുഷന്മാർ എല്ലാ കാലഘട്ടങ്ങളിലും, അവിടുത്തെ പ്രതിനിധികൾ എല്ലാ നൂറ്റാണ്ടുകളിലും എല്ലാ നാടുകളിലും ഈ സ്വഭാവത്തിലാണ് മുഹമ്മദീയ ഉമ്മത്തിന്റെ ധന്യത. അവിടെയാണ് നാം കാണുന്നത് സ്വഹാബത്ത് ദീൻ പ്രചരിപ്പിച്ച കേരളത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ വലിയ മഹാരഥന്മാരുണ്ടായിരുന്നു. ആ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ച ഈ നൂറ്റാണ്ടിൽ ഏറ്റവും അധികം വലിയ വെളിച്ചം വിതറിയ ഒരു മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹ്. ആ ആത്മാവിന് അള്ളാഹു വിശുദ്ധി ഏറ്റി കൊടുക്കുമാറാകട്ടെ. സിർ എന്ന് പറഞ്ഞാൽ റൂഹ് എന്നാണ് അർത്ഥം. സിറിനർത്ഥം സീക്രട്ട് എന്നാണ്. ഏറ്റവും വലിയ സീക്രട്ട് റൂഹാണ്. പറഞ്ഞാൽ മനസ്സിലാവൂല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ പിന്നെ സീക്രട്ട് എന്നത് ഒരു പര്യായപദമായി മാറി റൂഹ് എന്നതിന്. ഖദ്ദസല്ലാഹു റൂഹഹു, അതാണ് ഏതു മഹാത്മാവിനെ കുറിച്ചും നമുക്ക് പറയാനുള്ള ഏറ്റവും കൃത്യമായ ഒരു ആശംസാവാചകം. മഹാനായ സി.എം. വലിയുല്ലാഹി ഒരു നൂറ്റാണ്ടിന്റെ വെളിച്ചമായി.
ഒരു പ്രദേശത്തിന്റെ മുഴുവനും ആവേശമായിരുന്നു. അല്ല, ആ കാലഘട്ടങ്ങളിൽ ലോകത്ത് ജീവിച്ചിരുന്ന എല്ലാ ഔലിയാക്കളുടെയും നേതാവാണ് എന്ന് നാം പറഞ്ഞാൽ നമുക്കതിന് തെളിവുകൾ കണ്ടെത്താനും പറയാനും കഴിയും. മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കറാമത്തുകൾ ധാരാളമുണ്ടെങ്കിലും നമ്മൾ കേട്ടതെല്ലാം കൂടി വായിച്ചു നോക്കുമ്പോൾ 100 എണ്ണം അല്ലെങ്കിൽ അത്രയൊക്കെ വരുള്ളൂ. നൂറ്റാണ്ടുകൾക്കപ്പുറത്തായിപ്പോയതുകൊണ്ട്. അതേസമയം നേരിട്ടു കണ്ട 10,000-കണക്കിന് ആളുകൾ ജീവിച്ചിരിക്കുന്നു. കഴിഞ്ഞ 34 കൊല്ലത്തിനിടയിൽ കുറെ പേർ മരിച്ചുപോയെങ്കിലും അവരെല്ലാവരും കണ്ടു, പരിചയപ്പെട്ടു, അനുഭവങ്ങൾ പലരുമായി പങ്കുവച്ചു. അനേകായിരം കറാമത്തുകളുമായി ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൽ നിന്നൊക്കെ വെളിച്ചം സ്വീകരിച്ച് നമ്മുടെ തലമുറയിൽ ട്രാൻസ്ഫോമറായി നിലകൊണ്ട, അല്ലെങ്കിൽ പവർ ഹൗസായി വെളിച്ചം വീശിയ ആ വ്യക്തി എത്രയെങ്കിലും കറാമത്തുകളുമായി ഇന്നും നമ്മോടൊപ്പമുണ്ട്. പരിഹസിക്കാൻ വളരെ എളുപ്പമാണ്. ആ പരിഹാസം ദീനിന് ചേർന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അള്ളാഹുവിന്റെ കമന്റ് നമുക്ക് കേൾക്കാം ഖുർആനിൽ, യാ ഹസ്റതൻ അലൽ ഇബാദ്. പടപ്പുകൾക്ക് എന്തു പറ്റി? അവർക്ക് ഭയങ്കര പരാജയമാണ്, അവരുടെ കാര്യം ഭയങ്കര സങ്കടമാണ്. മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഏതൊരു ദൂതന്റെ വർത്തമാനം വരുമ്പോഴും ആദ്യം പരിഹാസമാണ് അവരുടെ തൊഴിൽ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആ കമന്റിന് മുമ്പ് അള്ളാഹു വലിയ ഒരു സത്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് സൂറത്ത് യാസീൻ ഓതുന്ന ആർക്കും വായിക്കാം. ഹബീബുൻ നജ്ജാർ എന്നൊരു സാത്വികൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥയാണ് ലോകത്തെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നിർദ്ദേശം നൽകിയത്. വദറിബ് ലഹും മസലൻ അസ്ഹാബൽ ഖർയ. ആ ദേശം ഏതാണ്? പല തഫ്സീറുകളുണ്ട്, കഥയിൽ വ്യത്യാസമില്ല. ഒരു ദേശത്തിന്റെ കഥ, അത് എസ്.കെ. പൊറ്റക്കാടിന്റെ പുസ്തകമാണ്. ഒരു ദേശത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു പറയാണ്. ആ ദേശം ഏത് എന്നത് വിഷയമല്ല. ഈസാ നബി അലൈഹിസ്സലാം ആ പ്രദേശത്തേക്ക് 3 ദൂതന്മാരെ പറഞ്ഞയച്ചു. തൽക്കാലം ദൂതന്മാർക്ക് റസൂൽ എന്ന വാക്കു തന്നെയാണ് ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അവർ ജനങ്ങളോട് സംസാരിച്ചു. ചിലര് കളവാക്കാൻ വളരെ തിടുക്കപ്പെട്ടു ചാടി വന്നു. അപ്പോൾ പ്രബോധനത്തിന്റെ മറ്റൊരു രൂപം അവരിലൂടെ ലോകത്തിന് അല്ലാഹു പരിചയപ്പെടുത്തി. പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായ സ്വരൂപണം. ഒരു നല്ല മനുഷ്യൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവര് പറഞ്ഞതൊന്ന് കേട്ടു നോക്കി എന്നിട്ട് പരിഹസിക്കൂ. ഞാനൊന്ന് കേട്ടു നോക്കി, അല്ലാഹ് എനിക്കത് ബോധ്യപ്പെട്ടല്ലോ. ആ ഓടി വന്ന മനുഷ്യൻ വിശ്വാസിയായിരുന്നു. തൽക്കാലം അദ്ദേഹം താനൊരു വിശ്വാസിയാണെന്നത് മറച്ചുവെച്ചു. ആളുകൾക്കിടയിലിരുന്നു കൊണ്ട് പൊതുജനാഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ അയാൾ ശ്രമിച്ചു. സമൂഹത്തിൽ കുറെ പേർക്കൊക്കെ അയാൾക്കൊപ്പം ചിന്തിക്കാൻ സന്മനസ്സുണ്ടായപ്പോ ഇസ്ലാം മെല്ലെ മനസ്സുകളിലേക്ക് കയറുകയാണ്. അപ്പോഴേക്ക് അതിബുദ്ധി പിശാചു പറഞ്ഞു കൊടുത്തു ആ അക്രമികൾക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും. അവര് പറഞ്ഞു, നീയാണടാ കുഴപ്പക്കാരൻ, നിന്നെ തട്ടിക്കളയും. അങ്ങനെ ഹബീബുൻ നജ്ജാർ എന്ന മഹാപുരുഷൻ കൊല്ലപ്പെട്ടു എന്ന് ഖുർആൻ. സാഹിബു യാസീൻ എന്നാണ് മുത്തുനബി അയാളെ പറ്റി എപ്പോഴും പറയാറുള്ളത്. യാസീന്റെ ആൾ, യാസീനിൽ പരാമർശിക്കപ്പെട്ട വലിയ ഹബീബുൻ നജ്ജാർ. പേര് ഹബീബാണ്, നജ്ജാറ മൂപ്പര് കാർപ്പന്ററാണ്, ആശാരിപ്പണി.
കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം അള്ളാഹു കൊടുത്ത വലിയ വലിയ പദവികൾ കണ്ണിൽ കണ്ടു. അദ്ദേഹത്തിന് തീരെ നഷ്ടബോധം ഉണ്ടായിരുന്നില്ല. ഖൗമ് കരുതി ഞാൻ തോറ്റു, അവര് ജയിച്ചു. സത്യത്തിൽ ജയിച്ചത് ഞാനല്ലേ എന്ന് അദ്ദേഹം പറയാണ്. യാ ലൈത ഖൗമി യഅലമു ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എനിക്ക് ഒരുപാട് കറാമത്തുകൾ, ബഹുമതികൾ, ഓണർ അള്ളാഹു എനിക്ക് തന്നല്ലോ. ഇവിടെ തന്ന ഓണറേറിയം ഒന്നുമല്ല, എനിക്ക് കിട്ടാൻ പോകുന്ന ഓണറേറിയവുമായി കൂട്ടി വായിക്കുമ്പോൾ. ഏതായാലും ആ മഹാവ്യക്തി മരിച്ചു, കൊല്ലപ്പെട്ടു. ജനത്തിന്റെ വിചാരം അവര് ജയിച്ചു എന്നാണ്. അള്ളാഹു പറയുന്നു, അങ്ങനെ വിട്ടാ പറ്റൂല. മരിച്ചുപോയ ഒരു വലിയന്റെ കറാമത്ത് ആ ജനങ്ങൾക്ക് ഞാനങ്ങ് കാണിച്ചു കൊടുക്കുന്നതിന്റെ രൂപമാണ്. അള്ളാഹു പിന്നെ കുറച്ചു കടുപ്പത്തിൽ പറയുന്നത്, അവരെ നശിപ്പിക്കാൻ ആകാശത്തു നിന്ന് നാം സൈന്യങ്ങളെ ഇറക്കിയിട്ടൊന്നുമില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ. എന്തേ സംഭവിച്ചത്? അവിടെ ഒരു മലക്ക് വന്നിറങ്ങി. ആ മലക്ക് ചെറുതായി ഒന്ന് മൂളി. എന്തോ ആ മലക്ക് ട്യൂൺ ചെയ്തപ്പോൾ അവിടെ ഒന്നാകെ പ്രകമ്പനം. അപ്പൊ സംഭവിച്ചതെന്ത്? മരിച്ചുപോയ ഒരു വലിയന്റെ, കൊല്ലപ്പെട്ട ഒരു വലിയന്റെ വഫാത്തിന് ശേഷം അള്ള കാണിച്ച കറാമത്ത്. ആ ജനത ഒന്നാകെ കൊല്ലപ്പെട്ടു. ഫഇദാഹും ഖാമിദൂൻ, അവരെല്ലാവരും തീ കെട്ടതുപോലെ കെട്ടുപോയി എന്ന് ഖുർആൻ. ഹമിദ എന്ന വാക്ക് എപ്പോഴാണ് ഉപയോഗിക്കുക? മുതഅല്ലിമുകൾക്കറിയാം. ഹമിദത്ത് നാറു ഫാരിസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണപ്പോൾ ആയിരത്താണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി കത്തിച്ചുകൊണ്ടേയിരുന്ന അഗ്നികുണ്ഠം അത് പൊലിഞ്ഞുപോയി. ഇതേപോലെ ഖാമിദൂൻ, മനുഷ്യന്മാരെല്ലാവരും അണഞ്ഞുപോയി. തീ കെട്ടുപോകുന്നത് എപ്പോഴാണ്? ഓക്സിജൻ ഇല്ലാതെ വരുമ്പോഴാണ്. ഓക്സിജൻ ഇല്ലാതെ വരുമ്പോൾ മനുഷ്യനും തീ കെട്ടതുപോലെ കെട്ടുപോകും. കിണറ്റിലൊക്കെ ഇറങ്ങുന്ന ആളുകൾ സൂക്ഷിക്കണം, ഓക്സിജൻ ഉണ്ടാവില്ല താഴ്ഭാഗത്ത്. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു ചൂട്ട് കത്തിച്ചു നോക്കുക. ആ ചൂട്ട് കത്തുന്നുണ്ടെങ്കിൽ താഴെ ഓക്സിജന്റെ സാന്നിധ്യമുണ്ട്, ഇറങ്ങാം. തീ കത്തുന്നേയില്ല, കെട്ടുപോവുകയാണ്. അപ്പൊ ഓക്സിജൻ ഇല്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഒരു ഫാനൊക്കെ കിണറ്റിലേക്ക് ഇറക്കി അതൊന്ന് വർക്ക് ചെയ്താൽ കുറെ ഓക്സിജൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടേ കിണറ്റിൽ ഇറങ്ങും. റോഡിന്റെ നടുവില് ഓരത്തൊക്കെ വലിയ കുഴി. ആ കുഴിയിൽ ഒരു 50 കൊല്ലത്തെ മാലിന്യം ഒന്നാകെ ഉണ്ടാവും. അതിന്റെ ഗ്യാസും ഒക്കെ ഉണ്ടാവും. ആ കുഴിയുടെ അടപ്പൂരി മാൻ ഹോളിലേക്ക് ഇറങ്ങുമ്പോ സൂക്ഷിക്കണം, ഉള്ളിൽ ഓക്സിജൻ ഉണ്ടാവില്ല. അങ്ങനെ 1-2 തമിഴന്മാര് കക്കോടിയിൽ മാൻഹോളിൽ ഇറങ്ങിയിട്ട് ശ്വാസം മുട്ടുന്നത് കണ്ടപ്പോഴാണ് നൗഷാദ് ചാടി ഇറങ്ങിയത്. നൗഷാദിനും അബദ്ധം പറ്റി, ആള് മരിച്ചുപോയി. ഓക്സിജൻ ഇല്ലെങ്കിൽ മനുഷ്യൻ പോയി പോകും. ഓക്സിജൻ ഇല്ലാതെ വന്നപ്പോൾ ഖാമിദൂൻ, അവിടെ ആ ജനതയും വിഷവാതകം ശ്വസിച്ച് മരിച്ചുപോയി. അല്ലാഹുവിന്റെ ഖുർആൻ. ഓക്സിജൻ ഇല്ലാതെ വരുമ്പോൾ പ്രകൃതിയിൽ അനുഭവപ്പെടുന്നത് കാർബൺ ഡയോക്സൈഡ്. കുറച്ചുകൂടി കടുപ്പം കൂടുമ്പോൾ കാർബൺ മോണോക്സൈഡ് വളരെ വളരെ മാരകമാണ്. ഓക്സിജൻ ഇല്ലാതിരിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഇറങ്ങി അങ്ങ് കളിക്കും. പിന്നീട് കാർബൺ മോണോക്സൈഡ് അവിടെ ഒന്നാകെ പടരും.
ഇതാണ് അവിടെ സംഭവിച്ചത്. ഒരു ദേശത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കണം. എസ്കെ പൊറ്റക്കാടിനോടല്ല, മുത്തുനബിയോട് അള്ളാഹു പറഞ്ഞത് ആ ദേശത്തിന്റെ കഥയാണ്. ഒരു വലിയ ദുആ ചെയ്ത് മൂപ്പര് മരിച്ചുപോയി. ആ വലിയന് അള്ളാഹു അതിനുശേഷം നൽകിയ കറാമത്ത് കുരുത്തക്കേട് ഖൗം ഒന്നാകെ അനുഭവിച്ചു എന്നത് നമ്മൾ വായിക്കേണ്ട കഥയാണ്. ആ ഖറയത്തിന്റെ പേര് എന്താണ്? അന്താക്കിയ എന്ന് പല മുഫസ്സിരീങ്ങളും പറയും. ചിലര് അങ്ങനെ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താക്കിയാലും സാരല്ല, അത് സംഭവിച്ചത് ഇങ്ങനെയൊക്കെ. അന്തോഖ്യൻ സിംഹാസനം എന്ന ചർച്ച കേരളത്തിൽ പത്രങ്ങളിൽ പലപ്പോഴും വരാറുണ്ട്. അത് ക്രൈസ്തവർ തമ്മിലുള്ള ചില പള്ളിത്തർക്കങ്ങളും പടലപ്പിണക്കങ്ങളും. അതിൽ അന്തോഖിയൻ സിംഹാസനത്തെ കൂട്ടണോ കൂട്ടണ്ടേ എന്നൊരു ചർച്ചയുണ്ട്. അന്തോഖിയ ക്രിസ്ത്യാനികൾക്കും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ആ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞുവിട്ട ദൂതന്മാർ, ആ ദൂതന്മാർ കളവാക്കപ്പെട്ടു. ജനം ക്രിട്ടിക്കലായി പെരുമാറിയപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടു. ആ വ്യക്തിയുടെ ചോരയ്ക്ക് വിലയുണ്ട്, പുണ്യമുണ്ട്. പടച്ചവൻ പകരം കൊടുത്തു. അങ്ങനെയാണ് ആ നാട് നശിച്ചുപോയത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തു യാസീനിൽ പറഞ്ഞ ആ കഥ വായിക്കാത്ത ആരും ഈ ഉമ്മത്തിൽ എവിടെയും ഇല്ലല്ലോ. നമ്മൾ അതിന്റെ സാരാംശം ഉൾക്കൊള്ളണം, മഹാന്മാരെ മനസ്സിലാക്കണം.